വെൽക്കം ടു ദി ചാനൽ ടേസ്റ്റ് ഇന്ത്യ മലയാളി. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ചിക്കൻ ക്രിസ്പി ഗ്രേവി. ചിക്കൻ പീസുകൾ ഫ്രൈ ചെയ്ത് ക്രിസ്പി ആക്കിയ ശേഷം അത് ഗ്രേവിയിലേക്ക് ചേർത്ത് ഒരു ഡിഷാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ക്രിസ്പി ചിക്കൻ ഫ്രൈ ഗ്രേവി. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ യെല്ലോ ക്യാപ്സിക്കം നല്ല ഒരെണ്ണം എടുത്ത് അത് കട്ട് ചെയ്ത് അതിൻ്റെ ആ വേണ്ടാത്ത അഴുക്കുകളൊക്കെ ഒന്ന് മാറ്റി ഇതുപോലെ പീസാക്കി എടുക്കണം. അതുപോലെ റെഡ് ക്യാപ്സിക്കം അതുപോലെ അതിൻ്റെ ആ വേണ്ടാത്ത ഭാഗങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞ് ഇങ്ങനത്തെ നീളത്തിലുള്ള പീസുകളാക്കി ഒന്നെടുക്കാം. അത് കഴിഞ്ഞ് ഗ്രീൻ ക്യാപ്സിക്കം അതുപോലെ കട്ട് ചെയ്ത് അഴുക്കൊക്കെ മാറ്റി നന്നാക്കി എടുക്കാം. പിന്നെ നല്ല സവോള ഒരു 7 എണ്ണം ഇതുപോലെ റൗണ്ടാക്കി കട്ട് ചെയ്തിങ്ങെടുക്കാം. നല്ല പച്ചമുളക് ഒരു 10 എണ്ണം ഒരു 3-4 പീസുകളാക്കി മാറ്റിയെടുക്കാം. ഒരു 2 കിലോ ചിക്കനാണ് നമ്മളിതിന് വേണ്ടി എടുത്തിരിക്കുന്നത്, ചിക്കൻ ക്രിസ്പി ഗ്രേവിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ബോൺലെസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ ഈ എല്ലൊക്കെ മാറ്റി ചിക്കൻ ഇതുപോലെ സ്ലൈസായിട്ട് കീറിയെടുക്കണം. ബോണില്ലാതെ എല്ലൊക്കെ മാറ്റിയെടുത്ത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. ഇങ്ങനെ നല്ല പച്ചമുളക് നമ്മൾ കീറി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ ക്യാപ്സിക്കം എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. അതുപോലെ മല്ലിയില ഒരു പിടി മല്ലിയില കട്ട് ചെയ്ത് അതും വെക്കുക. അപ്പോൾ ഒരു പാത്രം എടുത്ത് ഒരു 2 മുട്ട പൊട്ടിച്ച് അങ്ങോട്ട് ചേർക്കുക. അതിലേക്ക് ചിക്കൻ പീസുകളെടുത്ത് അതിലേക്ക് നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഒരു 2 സ്പൂൺ, ഉപ്പ് ഒരു 2 സ്പൂൺ ഉപ്പ് ചേർക്കുക, വൈറ്റ് പെപ്പർ 2 സ്പൂൺ, പഞ്ചസാര 1/2 സ്പൂൺ, കാശ്മീരി മുളക് പൊടി 1 സ്പൂൺ. ആ മുട്ട നമ്മൾ പൊട്ടിച്ച് റെഡിയാക്കി വെച്ചിരിക്കുന്നത് അതിലേക്ക് ആഡ് ചെയ്യുക. ബ്ലാക്ക് പെപ്പർ 1 സ്പൂൺ, കോൺഫ്ലവർ നമുക്ക് ഈ മാർക്കറ്റുകളിൽ വാങ്ങിക്കാൻ കിട്ടും, അതൊരു 3 തവി, ചെറിയ തവി 3 എണ്ണം. മൂന്ന് തവി കോൺഫ്ലവർ. മൈദ അതും ഒരു 3 തവി എടുക്കാം. ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം, കുഴച്ചെടുക്കുക. അതിലേക്ക് വിനാഗിരി നല്ല ഒരു വലിയ സ്പൂൺ വിനാഗിരിയും കൂടെ ചേർത്ത് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കണം. ആ ചട്ടി അടുപ്പിലേക്ക് വെച്ച് 1 കിലോ പാം ഓയിൽ നമ്മളങ്ങോട്ട് ചേർത്ത് കൊടുക്കുക. ഫ്ലെയിം അങ്ങോട്ട് കൂടി നിൽക്കട്ടെ. അപ്പോഴത്തേക്ക് നമ്മുടെ ആ തിളച്ച എണ്ണ അതിലേക്ക് നമ്മൾ ആ ചിക്കൻ പീസുകൾ പതുക്കെ ചേർത്ത് കൊടുക്കുകയാണ്. ഒന്ന് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഒരു ചെറിയ ഗോൾഡൻ കളർ ആവുന്നത് വരെ അത് ഫ്രൈ ചെയ്തെടുക്കണം. ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം. എല്ലാ ഭാഗവും ഒരുപോലെ വെന്ത് കിട്ടണതിന് വേണ്ടിയിട്ടാണ് ചെറുതായിട്ട് ഇളക്കി കൊടുക്കുന്നത്. ഒന്ന് നല്ലപോലെ ഫ്രൈ ആയി വരട്ടെ. ഫ്രൈ ആയി കഴിഞ്ഞ് നമുക്കത് പതുക്കെ പുറത്തേക്ക് എടുക്കാം. ഇങ്ങനെ ചെറിയൊരു ഗോൾഡൻ കളറാവുന്നത് വരെ നമ്മൾ ഫ്രൈ ചെയ്യുക. ഫ്രൈ ചെയ്തതിന് ശേഷം അതിങ്ങ് പുറത്തേക്ക് എടുക്കുക. അപ്പോൾ നമ്മുടെ കടായി അടുപ്പിലേക്ക് വെച്ച് അതിലൊരു 2 തവി
സൺഫ്ലവർ അങ്ങോട്ട് ചേർക്കാം. 2 തവി സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 2 സ്പൂൺ, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 2 സ്പൂൺ ചേർത്ത് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നേരത്തെ നമ്മൾ കീറി വെച്ചിരിക്കുന്ന മുളക് 10 പച്ചമുളക് അതങ്ങോട്ട് ചേർത്ത് കൊടുക്കുക. വലിയ ഫ്ലെയിം വേണ്ട, ചെറുതായിട്ട് മതി. അപ്പോൾ നമ്മുടെ ക്യാപ്സിക്കം 3 കളർ ക്യാപ്സിക്കം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നേരത്തെ, അതങ്ങോട്ട് ചേർത്ത് കൊടുക്കുക. ഒരു 7 സവോള നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതും അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക. ഇവയെല്ലാം കൂടെ ചേർന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതാ ഇങ്ങനെ. ടൊമാറ്റോ സോസ് ഒരു 200 ഗ്രാം, ചില്ലി സോസ് ഒരു 150 ഗ്രാം, വിനാഗിരി ഒരു 2 സ്പൂൺ, 1 സ്പൂൺ സോയാ സോസും കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക. വീണ്ടും എല്ലാം കൂടെ ചേർത്ത് വഴറ്റി ആ പച്ച നിറമൊക്കെ ഒന്ന് പോയി കഴിയുമ്പോൾ ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം. 2-3 സ്പൂൺ ഉപ്പ് ചേർത്ത് ഒരു 2 സ്പൂൺ വൈറ്റ് പെപ്പർ കൂടി ചേർത്ത് കൊടുക്കുക. 2 സ്പൂൺ വൈറ്റ് പെപ്പർ, ബ്ലാക്ക് പെപ്പർ അതുപോലെ 2 സ്പൂൺ, 1 സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കാശ്മീരി മുളക് പൊടി 1 സ്പൂൺ. ഇപ്പോൾ ഏതാണ്ട് ഒരു ഗ്രേവി രൂപത്തിലായിട്ടുണ്ട്. കുറച്ച് 1 തവി വെള്ളവും കൂടെ ചേർത്ത് ഇതാ പതുക്കെ ഇളക്കി കൊടുക്കുക. ചെറിയ ഫ്ലെയിം മതി ഈ സമയത്ത്. നമ്മുടെ ക്രിസ്പിയായി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ചിക്കൻ പീസുകൾ, ബോൺലെസ് ചിക്കൻ പീസുകൾ അതിലേക്ക് അങ്ങോട്ട് ചേർത്ത് കൊടുത്ത് ഇളക്കി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ആ ഗ്രേവി എല്ലാ പീസുകളിലേക്കും അങ്ങോട്ട് ചെല്ലട്ടെ. ഇതാ നമ്മുടെ ചിക്കൻ ക്രിസ്പി ഗ്രേവി ഇതാ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ മുകളിലേക്ക് മല്ലി ഇല പീസുകൾ കുറച്ച് ചേർത്ത് കൊടുക്കുക. ഇതാ ഇപ്പോൾ ചിക്കൻ ക്രിസ്പി ഗ്രേവി ഇതാ തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ കിടു ചിക്കൻ ക്രിസ്പി ഗ്രേവി ഇതാ തയ്യാറായി കഴിഞ്ഞു. എൻ്റെ പൊന്നണ്ണ, ഇത് കണ്ട് സഹിക്കാൻ പറ്റുന്നില്ല, എനിക്ക് വയ്യ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പോൾ മറക്കണ്ട, നമ്മുടെ ചാനലിൻ്റെ പേര് ടേസ്റ്റ് ഇന്ത്യ മലയാളി.